ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെற்றிவேல் മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകദേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ
നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ. ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണീയാമൃതം പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണീയം ദശകം 91 അവസാന ഭാഗം, അവസാനത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റേഞ്ച് പോയി, പിന്നെ വന്നതേ ഇല്ല കുറേ നേരത്തേക്ക്, അപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ അവസാനത്തെ ശ്ലോകം ഒന്നുകൂടെ എടുക്കാം, എന്നിട്ട് പുതിയ 92-ാം ദശകത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 91-ാം ദശകം മുഴുവനായിട്ട് തന്നെ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. ദശകം 91 ആദ്യം തൊട്ട് തന്നെ പാരായണം ചെയ്യാം. നിമി നവയോഗി സംവാദം എല്ലാം ഒന്ന് അനുസ്മരിക്കാമല്ലോ. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ മുതലായിട്ടുള്ള യോഗികളുടെ വചനങ്ങളാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ ഈ 91-ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂര് സംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അനുസ്മരിക്കാം. 91-ാം ദശകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 91 ഭക്തി മഹത്വം. നവയോഗികളിൽ ആദ്യത്തെ 4 പേരുടെ ഉപദേശ സംഗ്രഹം. ഓം ശ്രീകൃഷ്ണ ത്വൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേഃ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത്ത്വൽ പ്രണീതാൻ ഇഹ ഭജനവിധീൻ ആസ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷഃ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുരുവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൗ അർപ്പയാമി ജാത്യാപീഹ സ്വപാകഃ
ത്വയി നിഹിത മനഃകർമ്മ വാഗീന്ദ്രിയാർത്ഥപ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വൽപദാദ് വിപ്രവര്യഃ. ഭീതിർനാമ ദ്വിതീയാദ് ഭവതി നനു മനഃകൽപിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ദ്യാം. മായാവിദ്യേതു തസ്മിൻ പുനരപി ന തദാ ഭാതി മായാദിനാദം തം ത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യാം. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയ ഇവ ജഗതി ശ്രീമതാം സംഗമേന. തൽസംഗോ ദേവ ഭൂയാദ് മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിസ്ത്വന്മാഹാത്മ്യപ്രകാരൈഃ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതിർജന്മ കർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയതഃ പ്രദ്രുതം പ്രദ്രുതാത്മാ. ഉദ്യദ്ഹാസ കദാചിത് കുഹചിദവിരുദൻ ക്വാപി ഗർജൻ പ്രഗായൻ ഉന്മാദീവ പ്രനൃത്യൻ അയി കുരു കരുണാം ലോകബാഹ്യഃ ചരേയം. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിഃ ത്വന്മയാനി ആനമാനി ത്വൽസേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗഃ. ത്വൽ തത്വസ്യാവബോധോപി ച ഭുവനപതേ യത്നഭേദം വിനൈവ. നോ മുഹ്യൻ ശുത്രിടാദ്യൈഃ ഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വൽപദാദപ്രകമ്പഃ. ഇഷ്ടാനിഷ്ടേഷു ദുഷ്ടിവ്യസന വിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഗേന്ദോഃ അധിക ശിശിരിതേനാത്മനാ സഞ്ചരേയ. ഭൂതേഷ്വേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോऽധുനാ ചേത് ത്വൽപ്രേമ ത്വൽക്കമൈത്രീ ജഡമതിഷു കൃപാ ദ്വിത്സു ഭൂയാദുപേക്ഷ. അർച്ചായാം വാ സമർച്ചാ കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാമേ ത്വൽ സംസേവീ തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം. ആവൃത്യ ത്വൽ സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാഭിഭൂത്മാം അയി ഭുവനപതേ കൽപ്പതേ തൽ പ്രശാന്ത്यै ത്വൽപാദേ ഭക്തിരേവേത്യവദത് അയി വിഭോ സിദ്ധയോഗീ പ്രബുദ്ധഃ. ദുഃഖാന്യാലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകദാദി ഉദ്ഭവദ്ഭക്തിഭൂമാ. മായാം ഏനാം തരിത്വ പരമസുഗമയേ ത്വൽപദേ മോദിതാഹേ തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാ ശേഷരോഗാൻ. മായാം ഏനാം തരിത്വാ പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാ ശേഷരോഗാൻ.
പവനപുരപതേ നാശയാശേഷരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, നമസ്കാരം. നാരായണീയ അമൃതത്തിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് 4 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ മേൽപ്പത്തൂര് 91 മുതൽ 96 കഴിഞ്ഞ് 97-ാം ദശകത്തിൽ 4 ശ്ലോകമടക്കം 64 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തെ സംഗ്രഹിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ 91-ഉം 92-ഉം ദശകങ്ങൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ നിമി നവയോഗി സംവാദത്തിലെ വിഷയങ്ങളെ സംഗ്രഹിച്ചിരിക്കുകയാണ്. അതിൽ 7 യോഗികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മറ്റ് 2 പേരുടെ ആശയങ്ങൾ അത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഭാഗവത ധർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള നിമി നവയോഗി സംവാദത്തെ 2 ദശകങ്ങളിൽ മേൽപ്പത്തൂർ സംഗ്രഹിച്ചതിൽ ആദ്യത്തെ ദശകമാണ് 91-ാം ദശകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 യോഗികളുടെ ആശയങ്ങളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. ആദ്യത്തെ 6 ശ്ലോകം കൊണ്ട് കവി എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ ആശയങ്ങളായ ഭാഗവത ധർമ്മം കുറച്ച് വിപുലമായിട്ട് തന്നെ 6 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞപ്പോൾ, രണ്ടാമത് ഹരി എന്ന മഹാത്മാവിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ 2 ശ്ലോകങ്ങളെ കൊണ്ട് സംഗ്രഹിച്ചു. അത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. ഭാഗവത ഉത്തമന്മാരുടെ ലക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഹരി എന്ന മഹാത്മാവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അരശ്ലോകം കൊണ്ട് മായ എന്താണ് എന്നുള്ള ചോദ്യത്തിന് അന്തരീക്ഷൻ എന്ന യോഗി മറുപടി പറഞ്ഞതിനെ മേൽപ്പത്തൂര് വർണ്ണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചുരുക്കിയിരിക്കുന്നു അരശ്ലോകം കൊണ്ട്. 9-ാം ശ്ലോകത്തിലെ അരശ്ലോകം. അത് കഴിഞ്ഞ് പിന്നെ 9-ലെ ഉത്തരാർദ്ധവും 10-ാം ശ്ലോകവും അദ്ദേഹം പ്രബുദ്ധന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. പ്രബുദ്ധൻ്റെ വചനങ്ങളെ സംഗ്രഹിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു 9-ൽ ഉത്തരാർദ്ധവും 10-ഉം ശ്ലോകങ്ങൾ. അപ്പം നമ്മൾ ഇതെല്ലാം കാര്യമായിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളെടുത്ത് നമ്മൾ കണ്ടു. അതിൽ അവസാനത്തെ ശ്ലോകം 10-ാമത്തെ ശ്ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് റേഞ്ച് പോയി കുറച്ച് ബുദ്ധിമുട്ടായത്. പിന്നെ തുടരാൻ പറ്റിയില്ല. അപ്പോൾ 9-ാമത്തെ ശ്ലോകത്തിൽ അന്തരീക്ഷൻ്റെ വചനങ്ങൾ ആദ്യത്തെ 2 വരികളിൽ ചുരുക്കി. ആവൃത്യത്വൽ സ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാ. ഗുരുവായൂരപ്പ, അങ്ങയുടെ മായ അതെന്താണെന്ന് മഹാത്മാക്കൾ, അന്തരീക്ഷനെ പോലെയുള്ള മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നു. ത്വൽ സ്വരൂപം ക്ഷിതി ജല മരുദാദി ആത്മന ആവൃത്യ ജീവാൻ വിക്ഷിപന്തി ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തീച്ച. അതാണ് അങ്ങയുടെ മായയുടെ പണി, അങ്ങയുടെ മായയുടെ ഒരു പ്രവൃത്തി, മായയുടെ ഇഫക്റ്റ് എന്ന് പറയാം.
മായയെ മായയുടെ എഫക്റ്റിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. എന്താണ് മായയുടെ എഫക്റ്റ്? ആദ്യം ഭഗവത് സ്വരൂപത്തെ ആവരണം ചെയ്യുന്നു. അതുതന്നെയാണ് നമ്മുടെ ആത്മസ്വരൂപം. അപ്പോൾ നമ്മളെ സ്വയം മറപ്പിക്കുന്നത്, നമ്മൾ ആരെന്നുള്ളതായിട്ടുള്ള ആത്മബോധത്തെ മറപ്പിക്കുന്നതായിട്ടുള്ള മായയുടെ അപോഹന ശക്തിയാണ്, ആവരണ ശക്തിയാണ് ആദ്യത്തത്. അങ്ങനെ ആവരണ ശക്തി ആ ഉള്ളതിനെ മറയ്ക്കുമ്പോൾ, സത്യത്തെ മറയ്ക്കുമ്പോൾ, പിന്നീട് നമ്മുടെ ആ മായയുടെ തന്നെ വിക്ഷേപശക്തി ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് വിക്ഷേപിക്കുന്നു, അഥവാ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നും അതൊക്കെ സത്യമാണെന്നുള്ളതായിട്ടുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. അതാണ് അപ്പോൾ ത്വൽ സ്വരൂപം ആവൃത്യ, അങ്ങയുടെ സ്വരൂപത്തെ ആവരണം ചെയ്ത് ക്ഷിതി ജല മരുതാദി ആത്മന, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം ഇത്യാദികളായി പഞ്ചഭൂതങ്ങളായിട്ട് വിക്ഷിപന്തി, മാനിഫെസ്റ്റ് ചെയ്യുന്ന മാതിരി അവയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളൊക്കെ സത്യമാണെന്നുള്ളതായിട്ടുള്ള ബുദ്ധി നമ്മളിൽ ജനിപ്പിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ ഒരു ആനയുടെ ശില്പം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ആനയെ ആസ്വദിക്കുമ്പോൾ ആ ആന എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് മറന്നു പോകുന്നത്, ആന മണ്ണുകൊണ്ടുണ്ടാക്കിയതാണോ, കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയതാണോ, കോൺക്രീറ്റ് ആണോ, മരമാണോ, മരമാണെങ്കിൽ തന്നെ ഏത് മരമാണ്, അതോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണോ, ഫൈബറാണോ, ഇതെന്താ സാധനം എന്ന് നമ്മൾ അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച്, അതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. എന്ത് നോക്കുമ്പോൾ നമ്മൾ ഗുരുവായൂർ കേശവനെയോ പത്മനാഭനെയോ അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയോ പാമ്പാടി രാജനെയോ ഒക്കെ നമ്മൾ അതിലേക്ക് ആവഹിച്ച് അതിന് പേരും കൊടുത്ത് അതിന് ഗുണങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ വെറും കരിങ്കല്ലിനെയോ മണ്ണിനെയോ മരത്തെയോ നമ്മൾ പേരിട്ടിട്ട് ഗജകേസരി, ഗജരാജൻ, ഗജരത്നം എന്നൊക്കെയുള്ള ടൈറ്റിലുകളും കൊടുത്ത് വിളിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ? ആ കല്ലിനോട് ചോദിച്ചോ പേരിടാൻ? കല്ലിൻ്റെ സമ്മതം മേടിച്ചോ? ഒരിക്കലുമില്ല. നമ്മൾ തോന്നിയ വാസികൾ ചെയ്യണം. അപ്പം എങ്ങനെയാണോ ആ ശില്പത്തിൻ്റെ മെറ്റീരിയലിനെ മറന്ന് ആ ശില്പത്തിൻ്റെ രൂപഭംഗിയിൽ നമ്മൾ മയങ്ങിപ്പോകുന്നത്, അതുപോലെ ഈ പ്രപഞ്ചശില്പത്തിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് മറന്ന് നമ്മൾ അതിൻ്റെ നാമരൂപങ്ങളിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മെറ്റീരിയലിനെ മറയ്ക്കുന്നത് മായയുടെ ആവരണശക്തി, ഈ നാമരൂപങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വിക്ഷേപശക്തി എന്ന ശക്തിയാണ്. അപ്പോൾ ഇങ്ങനെ മായയുടെ ആവരണ വിക്ഷേപ ശക്തികൾ ജീവാൻ ഭൂയിഷ്ട കർമാവലി വിവശഗതീൻ, വർദ്ധിച്ചതായിട്ടുള്ള പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് ദുഃഖങ്ങളിലേക്ക്, വിവശങ്ങളായ ഗതികളിലേക്ക്, ദുഃഖജാലേ ക്ഷിപന്തി, ദുഃഖ പരമ്പരകളിലേക്ക്, ദുഃഖ സമൂഹങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഒരിക്കലും തീരാത്ത ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. അതാണ് ത്വന്മായ, അങ്ങയുടെ മായയുടെ ഒരു രൂപം. ആ മായ മാ അഭിഭൂത് മാം, ഐ ഭുവനപതേ, അല്ലയോ ഭുവനപതിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ മായയുണ്ടല്ലോ, അത് മാ അഭിഭൂത് മാം, എന്നെ അഭിഭവിക്കാതിരിക്കട്ടെ, എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, ഞാൻ മായയുടെ അടിമയാവാതിരിക്കട്ടെ. കൽപ്പതേ തൽ പ്രശാന്ത്യൈ ത്വൽപാദേ ഭക്തിരേവ ഇതി അവദത് ഐ വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. ആ മായയുടെ ശാന്തിക്ക്, തൽ പ്രശാന്ത്യൈ ത്വൽപാദേ ഭക്തിരേവ കൽപ്പതേ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി ഒന്ന് മാത്രമാണ് ആ മായയെ ശമിപ്പിക്കുവാൻ കൽപ്പതേ കെൽപ്പുള്ളതായിത്തീരുന്നത്, ശക്തിയുള്ളതായിത്തീരുന്നത്, അർഹതയുള്ളതായിത്തീരുന്നത്. അപ്പോൾ ഭഗവത് പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി മായയെ ജയിക്കാൻ, മായയെ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്കുള്ള എന്താ പറയുക, ഇമ്മ്യൂണിറ്റിയെ തരുന്നു. വാക്സിനാണത്. ഭഗവാനിലുള്ള ഭക്തി മായ എന്ന കൊറോണ നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള വാക്സിനാണ് എന്നർത്ഥം. കോവിഷീൽഡാണ്, അല്ലേ, പ്രൊട്ടക്ഷനാണ്.
ത്വൽപാദേ ഭക്തിരേവ തൽപ്രശാന്ത്യൈ കൽപ്പതേ. മായയുടെ ശമനത്തിനായിക്കൊണ്ട് യോഗ്യമായിരിക്കുന്നത് അങ്ങയുടെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയാണ് എന്ന് സിദ്ധയോഗിയായ പ്രബുദ്ധൻ അവതത്. അദ്ദേഹം പറഞ്ഞു നിമി ചക്രവർത്തിയോട് മായയെ ജയിക്കാനുള്ള വഴി പറഞ്ഞപ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കൂ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാമേവയേ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. എന്നെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ എന്ന് പ്രബുദ്ധൻ പറഞ്ഞു. അവതത് ഐ വിഭോ, അല്ലയോ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന്. 10ാമത്തെ ശ്ലോകം പ്രബുദ്ധന്റെ തന്നെ ആശയത്തെ തുടരുകയായിരുന്നു. ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കദാതി ഉദ്ഭവത് ഭക്തി ഭൂമാ മായാം ഏനാം തരിത്വാ പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാ ശേഷരോഗാൻ. അപ്പോ അഹം ജന്തുഷു ദുഃഖാനി ആലോക്യ, ഞാൻ ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ദുഃഖം അനുഭവിക്കുന്നത് കണ്ടിട്ട്, എല്ലാവരും സുഖത്തിന് വേണ്ടി പ്രയത്നം ചെയ്യുന്നു, പക്ഷെ ആർക്കും സുഖം കിട്ടിയത് കാണുന്നില്ല, എല്ലാവരും ദുഃഖിക്കുന്നത് കണ്ടിട്ട് എന്ത് തീരുമാനിക്കുന്നു? അലം ഉദിത വിവേക, നല്ലതുപോലെ വിവേകമുദിച്ചവനായിട്ട്. ആ വിവേകം വരുന്നതോടുകൂടി വൈരാഗ്യവും വരുന്നു. അപ്പൊ വൈരാഗ്യത്തോടും വിവേകത്തോടും യോഗ്യതയോടും കൂടെ തത്വജിജ്ഞാസുവായിട്ട് ഞാൻ എന്ത് ചെയ്യും? ആചാര്യവർയാത് ത്വദ്രൂപതത്വം ലബ്ധ്വാ, ഒരു ശ്രേഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്ന് ത്വദ്രൂപതത്വം, അങ്ങയുടെ സ്വരൂപത്തിന്റെ രഹസ്യം, ഈശ്വരന്റെ സ്വരൂപം എന്താണ്, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ മുതലായിട്ടുള്ള മഹാവാക്യങ്ങളിലൂടെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞ്, ഉപനിഷത്ത് വചനങ്ങളിലൂടെയൊക്കെ അങ്ങയുടെ സ്വരൂപത്തെ അറിഞ്ഞ് ത്വദ്രൂപ തത്വം ആചാര്യവര്യാത് ലബ്ധ്വാ, ആചാര്യവര്യനിൽ നിന്ന് ലഭിച്ചിട്ട് ഗുണചരിത കഥാതി ഉദ്ഭവത് ഭക്തിഭൂമാ, അങ്ങയുടെ ഗുണചരിതങ്ങൾ, അങ്ങയുടെ ഗുണകഥകൾ, അങ്ങയുടെ അവതാര ലീലകൾ അതൊക്കെ കേട്ടിട്ട് ആ കഥകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള വർദ്ധിച്ച ഭക്തിയോടുകൂടിയവനായിട്ട്, ഭക്തിഭൂമാവായിട്ട്, ഭക്തി വർദ്ധിച്ചവനായിട്ട്, അങ്ങയുടെ കഥകൾ കേൾക്കുന്തോറും എൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ളതായിട്ടുള്ള ഭക്തി വളർന്നു വളർന്നു വരും. അങ്ങനെ ഞാൻ ഭക്തിഭൂമാവായിട്ട്, ഭക്തി വർദ്ധിച്ചവനായിട്ട്, ഏനാം മായാം തരിത്വാ, ഈ മായയെ തരണം ചെയ്തിട്ട് പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ, സുഖസ്വരൂപനായ പരമ ആനന്ദമയനായിട്ടുള്ള ത്വൽപദേ, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ, അങ്ങയുടെ തൃക്കാൽക്കൽ, മോദിതാഹേ അഹം മോദിതാഹേ, ഞാൻ മോദം അനുഭവിക്കും, ഞാൻ ആനന്ദത്തോടു കൂടിയിരിക്കും. അപ്പൊ എന്നെ മായ ബാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ദുഃഖം? വാസ്തവത്തിൽ ആനന്ദ സ്വരൂപമാണ് എൻ്റെ സ്വരൂപം. ഈ ജഗത്തും ആനന്ദമാണ്, ആനന്ദത്തിൽ നിന്നുണ്ടായതാണ് സർവവും. സർവം ആനന്ദമയം, ആനന്ദാദ്ദേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ, ആനന്ദേന ജാതാനി ജീവന്തി, ആനന്ദം പ്രയന്ത്യപി സംവിശന്തി. എല്ലാം ആനന്ദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, എല്ലാം ആനന്ദത്തിൽ തന്നെ നിലകൊള്ളുന്നു, എല്ലാം ആനന്ദത്തിലേക്ക് തന്നെയാണ് ചെന്ന് ലയം പ്രാപിക്കുന്നത്. ഇവിടെ ആകെ കൂടി ഉള്ളത് ആനന്ദ മാത്രമാണ്. ഭഗവാൻ ബ്രഹ്മം ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിന്ന് ആനന്ദമല്ലാതെ വേറെന്താ ഉണ്ടാവുക? അല്ലേ? കൈപ്പക്കയിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് കിട്ടുമോ? കരിമ്പിൻ ജ്യൂസിൽ നിന്ന് കൈപ്പക്കയും കിട്ടില്ല, കൈപ്പക്കയുടെ ജ്യൂസും കിട്ടില്ല. അതാതിൻ്റെ ധർമ്മം, അതാതിന്. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. അതുപോലെ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്ന്
എന്തൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഒക്കെ ആനന്ദമയം തന്നെയാണ്, ആനന്ദസ്വരൂപം തന്നെയാണ്. പല പ്രാവശ്യം കോട്ട് ചെയ്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. തൈത്തിരീയ ഉപനിഷത്താണ്. തൈത്തിരീയ ഉപനിഷത്തിലെ കൊട്ടേഷന് അവിടുത്തെ മന്ത്രങ്ങളാണ്. ആനന്ദാധ്യേവ, അത് ഭൃഗുവല്ലി എന്ന് പറയുന്ന രണ്ടാമത്തെ വല്ലിയിലാണ്, അവസാന ഭാഗത്താണ്. അപ്പൊ ആനന്ദത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം ആനന്ദം തന്നെയായിരിക്കും. പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ ലഡ്ഡു നല്ല എരിവ് എന്ന് പറയൂ ആരെങ്കിലും? പഞ്ചസാര കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ലഡ്ഡു കഴിച്ചിട്ട് പറയുക എന്തൊരു എരിവാണ് എന്ന്. സമ്മതിക്കുമോ നിങ്ങളൊരു നല്ല കഷ്ടപ്പെട്ട് പഞ്ചസാര കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കി തന്ന് സ്വാമിയെ സൽക്കരിച്ചപ്പോൾ സ്വാമി പറയുകയാണ് ഇതെന്തൊരു എരിവാണ് എന്ന്. നിങ്ങൾ പറയും സ്വാമിക്ക് വട്ടാണ് എന്ന്, അല്ലേ? അപ്പം നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് അത് എന്തായാലും മധുരത്തിൽ നിന്ന് എരിവുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട്, അല്ലേ? എങ്കിൽ പിന്നെ ഈ കാര്യം ഉറപ്പിച്ചോളൂ. എന്ത്? ഇവിടെ ആകെ ഉണ്ടായിരുന്നത് സച്ചിദാനന്ദം ബ്രഹ്മ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആ സത്യവും ജ്ഞാനവും അനന്തവുമായിട്ടുള്ള ബ്രഹ്മം മാത്രമാണ്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. എല്ലാറ്റിനെയും മുമ്പേ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ആനന്ദം, ആനന്ദസ്വരൂപം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുണ്ടായതെല്ലാം, പഞ്ചസാരയിൽ നിന്നുണ്ടായതെല്ലാം പഞ്ചസാരയുടെ ഗുണമായ മധുരമുള്ളതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഗുണമായ, ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായ ആനന്ദം വഹിക്കുന്നതല്ലേ? പിന്നെ എവിടുന്നാണ് ഇപ്പോൾ ഈ ദുഃഖമൊക്കെ വന്നത്? അത് നിങ്ങളുടെ അറിവില്ലായ്മ. ദുഃഖം വന്നിട്ടൊന്നുമില്ല, അറിവില്ലായ്മ കൊണ്ട് അനുഭവിക്കുകയാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിൽ നിങ്ങൾക്ക് വിശന്നിട്ടൊന്നും, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ ആളാണ്, മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് വിശന്നാൽ അതിനിപ്പോൾ എന്താ ചെയ്യുക? അതിന് സ്വപ്നത്തിൽ നിന്ന് ഉണരുകയേ വഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് മൂക്കറ്റം കഴിച്ചിട്ടാണല്ലോ കിടന്നത്. അതുപോലെ ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഈ ജഗത്ത് ആനന്ദമയം തന്നെയാണ്. എല്ലാറ്റിലും ആനന്ദം കാണാൻ കഴിയണം നമുക്ക്. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുമ്പോൾ എല്ലാറ്റിലും ആനന്ദത്തെ കാണും. അപ്പോൾ നമുക്ക് ദുഃഖങ്ങളില്ലാതെയാവും. അപ്പോൾ എന്തുകൊണ്ട് ദുഃഖം കാണുന്നു? ഈ തത്വം അറിയാത്തത് കൊണ്ട്, മൂഢത്വം കൊണ്ട്, വിചാരം ചെയ്യാത്തത് കൊണ്ട്. അപ്പം ഞാൻ വിചാരം ചെയ്യും. ഞാൻ ഈ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം വിരമിച്ച് ഈ ലോകര് ചെയ്യുന്ന വിഡ്ഢിത്തരം തന്നെ ഞാനും 10 11 എന്ന് പറഞ്ഞ് ചെയ്യാതെ ഞാനതൊന്ന് രക്ഷപ്പെടാൻ നോക്കും. മൂഢന്മാരൊക്കെ ദുഃഖത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാൻ എന്തിന് അത് തന്നെ ചെയ്ത് അതേ ദുഃഖം അനുഭവിക്കണം? എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ രക്ഷപ്പെട്ടു. അവരെ പോലെ തന്നെ അവർ ചെയ്യുന്നതൊക്കെ അനുകരിക്കാതെ, അവരുടെ വിഡ്ഢിത്തരങ്ങളൊക്കെ അതുപോലെ മുമ്പേ ഗമിക്കുന്ന ഗോവുതൻ്റെ പെമ്പേ ഗമിക്കുന്ന ബഹുഗോക്കളെ പോലെ ഞാൻ പശുവാവാതെ ഞാൻ വിവേകിയായ മനുഷ്യനായിക്കൊണ്ട്, ഞാൻ വിചാരം ചെയ്തുകൊണ്ട് എങ്ങനെയായാൽ ജീവിതം സുഗമമാക്കാം, ധന്യമാക്കാം, ആനന്ദപൂർണമാക്കാം എന്ന് വിചാരം ചെയ്തുകൊണ്ട്, അതാണ് ആചാര്യപര്യാദ് ലബ്ധ്വാ ത്വദ്രൂപതത്വം, ഭഗവത് സ്വരൂപത്തിൻ്റെ തത്വത്തെ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നേരം പോക്കായിട്ട് അങ്ങയുടെ ഗുണചരിത കഥാദികളെ കേൾക്കും. അങ്ങനെ അത് കേൾക്കും തോറും അങ്ങയോടുള്ളതായിട്ടുള്ള ഭക്തി എനിക്ക് വർദ്ധിച്ചു വരും. അങ്ങനെ നല്ല വർദ്ധിച്ച ഭക്തിയോടുകൂടി ഞാൻ മായ ബാധിക്കാതെ ഏനാം മായാം തരിത്വ, ഈ നാമരൂപാത്മകമായ ജഗത്ത് മിഥ്യയാണെന്നുള്ള ബോധത്തോടെ, ഇതിൽ സത്യത്വ ബുദ്ധി വെക്കാതെ, ഇതിൽ ഭ്രമിക്കാതെ, മായയിൽ മുഴുകാതെ ഞാൻ എന്ത് ചെയ്യും? പരമസുഖമയേ തൊൽപ്പതേ,
പരമാനന്ദ സ്വരൂപനായ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ, അങ്ങയുടെ തത്വത്തിൽ മോദിതാഹേ, ഞാൻ അതിൽ തന്നെ മോദിച്ചിരിക്കും. ബ്രഹ്മാനന്ദ പരവശനായി ഞാൻ അങ്ങയുടെ ചിന്ത കൊണ്ട്, ഭഗവത് ചിന്ത കൊണ്ട് എപ്പോഴും കഴിച്ചുകൂട്ടും. അതിനുള്ള തസ്യ അയം പൂർവരംഗഃ, അതിലേക്കുള്ള പുറപ്പാടാണിത് എന്നാണ് പറയുന്നത്. തസ്യ, അതിലേക്കുള്ള, അങ്ങനെ ആനന്ദമായി മായയെ തരണം ചെയ്ത് സുഖമായി കഴിയുന്ന ആ പദ്ധതിയിലേക്ക് ഞാനിപ്പോൾ ദാ പുറപ്പെട്ടിരിക്കുകയാണ്. തസ്യ, ആ മോദത്തിൻ്റെ, ആ പരമസുഖത്തിൽ ആനന്ദിക്കുന്നതായിട്ടുള്ള എൻ്റെ അവസ്ഥയിലേക്കുള്ള തസ്യ അയം, അയം എന്ന് പറഞ്ഞാൽ ഇത്, ഇപ്പൊ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർവരംഗഃ. പൂർവരംഗഃ അതിൻ്റെ പൂർവ, എന്താ പറയുക, പ്രിപ്പറേഷൻസ് ആണ് എന്നർത്ഥം. അതിനുള്ള ആദ്യത്തെ പുറപ്പാടാണ്. ഈ ആനന്ദം അനുഭവിക്കുവാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എന്ത് ചെയ്തുകൊണ്ട് ഇതാ അങ്ങയെ നാരായണീയം കൊണ്ട് സ്തുതിക്കുന്നതൊക്കെ അതിൻ്റെ പുറപ്പാടാണ്. ഞാനിതാ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ മറ്റുള്ള മൂടന്മാരുടെ കൂട്ടത്തിൽ കൂടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഗോവിന്ദനെ ഭജിക്കാൻ തീരുമാനിച്ചു. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. ഞാൻ കേട്ടു ആചാര്യൻ്റെ ആഹ്വാനം, എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഗോവിന്ദനെ ഭജിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അതിലേക്കുള്ള പുറപ്പാടാണിതാ ഇപ്പം ഞാൻ. എന്നാലും എൻ്റെ രോഗം എന്നെ വീണ്ടും വീണ്ടും താഴേക്ക് വലിച്ചിടുന്നു. കുറച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ഇതിൻ്റെ രോഗത്തിൻ്റെ വേദനകൾ, പീഡകൾ എന്നെ വീണ്ടും താഴേക്ക് വലിച്ചിടുന്നു. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ ഒന്ന് ശമിപ്പിച്ച് തന്നാൽ പിന്നെ ഞാനൊന്നും ആവശ്യപ്പെടില്ല. എൻ്റെ ഈ ദുഃഖമൊന്ന് തീർത്തു തന്ന് എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാലും പവനപുരപതേ. ഗുരുവായൂരപ്പ, അശേഷ രോഗാൻ നാശയ, എൻ്റെ അശേഷ രോഗങ്ങളെയും നശിപ്പിച്ചു തന്നാലും. ദുഃഖാന്യാലോക്യ ചന്ദുഷ്വലമുദിത വിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുൽഭവദ്ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ. തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാശേഷരോഗാൻ മായാം ഏനാം തരിത്വാ പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ. തസ്യായം പൂർവരംഗഃ പവനപുരപതേ നാശയാശേഷരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. അപ്പോൾ 91 ദശകം അവിടെ പൂർണ്ണമാക്കി. ഇനി 92 നമുക്ക് പ്രവേശിക്കാം. 92 ദശകം നിമി നവയോഗി സംവാദത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. ഭാഗവത ധർമ്മങ്ങളുടെ ചർച്ച തന്നെയാണ്. അപ്പോൾ ഈ 92 ദശകത്തിൽ മുഖ്യമായിട്ട് കർമ്മവും കർമ്മത്തിൽ നിന്ന് ഭക്തി കൊണ്ട് എങ്ങനെയാണ് കരകയറേണ്ടത് മുതലായ കാര്യങ്ങളുമാണ് പ്രധാനമായിട്ട് വർണ്ണിക്കുന്നത്. കർമ്മമിശ്ര ഭക്തി. അപ്പോൾ നവയോഗികളിൽ ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ, ഈ 3 പേരുടെ ഉപദേശങ്ങളാണ് 92 ദശകത്തിലുള്ളത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ. ഇനി പിപ്പലായനൻ, ദ്രുമിളൻ 2 പേരെ വിട്ടിട്ടുണ്ട്. പിപ്പലായനനും ദ്രുമിളനും 2 പേരുടെ ആശയങ്ങൾ ഇവിടെ വിട്ടിട്ട് ബാക്കി ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ, ഈ 3 പേരുടെ ആശയങ്ങളാണ് 92 ദശകത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം 92 ദശകം വായിക്കാം, എന്നിട്ട് പോകാം. ഓം
ശ്രീമന്നാരായണീയം ദശകം 92 കർമ്മമിശ്ര ഭക്തി. നവയോഗികളുടെ ഉപദേശം തുടരുന്നു. വേദൈഃ സർവാണി കർമ്മണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തിഃ ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേത് ചിൽപ്രകാശേ യസ്ത്വന്യഃ കർമ്മയോഗഃ തവ ഭജനമയഃ തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിദോ ഭക്തിപൂതൈഃ നിത്യം വർയാം സപര്യാം വിദദദൈ വിഭോ ത്വൽപ്രസാദം ഭജേയം. സ്ത്രീശൂദ്രാഃ ത്വൽകദാദിശ്രവണവിരഹിതാ ആസദാം തേ ദയാർഹാഃ ത്വൽപാദാസന്നയാദാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാം അനാകർണയന്തോ ദൃപ്താ വിദ്യാഭിജാത്യൈ കിമു ന വിദദതേ താദൃശം മാ കൃതാമാം. പാപോയം കൃഷ്ണരാമേത്യഭിലഭതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ദ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതമതീൻ താദൃശം മാ കൃതാമാം. സ്വേദച്ചായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിഃ ത്രേതായാം സൃപ്സൃവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈഃ വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈഃ ഇഹ കലിസമയേ മാനുഷാഃ ത്വാം ഭജന്തേ. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈഃ നിർയത്നൈരേവ മാർഗൈഃ അഖിലദ ന ചിരാത് ത്വൽപ്രസാദം ഭജന്തേ. ജാതാസ്ത്രേതാകൃതാദൗ അഭിഃ കില കലൗ സംഭവം കാമയന്തേ ദൈവാത് തത്രൈവ ജാതാൻ വിഷയവിഷരസൈഃ മാ വിഭോ വഞ്ചയാസ്മാൻ. ഭക്താസ്താവത് കലൗ സ്യുഃ ദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈഃ കാവേരീം താമ്രപർണീം അനുകില കൃതമാലാം ച പുണ്യാം പ്രതീചീം. ഹാ മാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജദ്രസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വം നിഷേവാം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദീ ഗുണാംശാത് ത്വൽ സേവാദ്യാശു സിദ്ധ്യേത് അസതിഹന തദാ ത്വൽപരേ ചൈഷ ഭീരുഃ യത്തു പ്രാഗേവ രോഗാദിഭിരപഹരത്തെ
തത്ര ശിക്ഷയൈനം. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിതദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. ദേവർഷീണാം പിതॄണാം അപി ന പുനർണീ കിങ്കരോ വാ സ ഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപ്യഖിലമപനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്തതാപാൻ പവനപുരപതേ രുന്ദി ഭക്തിം പ്രണീയാഃ. ദേവർഷീണാം പിതॄണാം അപി ന പുനർണീ കിങ്കരോ വാസ ഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപി അഖിലമപനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്തതാപാൻ പവനപുരപതേ രുന്ദി ഭക്തിം പ്രണീയാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പോൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ നിമി നവയോഗി സംവാദം, അതിൽ ഏകാദശ സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. അതാണ് ഇവിടെ ആവിർഹോത്രൻ എന്ന ഋഷി അദ്ദേഹം വൈദിക കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് വൈദിക കർമ്മങ്ങളുടെ തത്വം? വൈദിക കർമ്മങ്ങൾ വേദം എന്തിനായിക്കൊണ്ടാണ് വിധിച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ്. അപ്പോൾ വൈദികം, താന്ത്രികം എന്നിങ്ങനെയൊക്കെ ക്രിയായോഗങ്ങൾ, കർമ്മയോഗങ്ങളുണ്ട്. അതിൽ വൈദികം എന്താണെന്ന് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. 2-ാമത്തെ ശ്ലോകം കൊണ്ട് പൂജാവിധികൾ, താന്ത്രികം എന്ന് വേണമെങ്കിൽ പറയാവുന്ന പൂജാവിധികളെക്കുറിച്ചും അങ്ങനെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ആവിർഹോത്രൻ ഈശ്വര ഉപാസനകളുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ ശ്ലോകം നോക്കാം. വേദയേഹി സർവാണി കർമാണി അഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയി അർപ്പിതാനി ഏവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ബോദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മവാചാം പ്രവൃത്തിഃ ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവതി അർപ്പയേ ചിത്പ്രകാശേ. വേദൈ സർവാണി കർമാണ്യബലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയി അർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ
കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. ഇപ്പോൾ ആവിർഹോത്രന്റെ വചനങ്ങളാണെങ്കിലും മേൽപ്പത്തൂർ അത് തൻ്റെ വചനങ്ങളാക്കി കൺവേർട്ട് ചെയ്തു. താൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഭഗവാനെ ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ആ ലക്ഷ്യം അനുസരിച്ച് തന്നെ ഞാനും പ്രവർത്തിക്കുമാറാകണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ വേദൈഹി, വേദങ്ങളാൽ, സർവാണി കർമാണി, വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അഫലപരതയാ വർണ്ണിതാനി ഇതി ബുദ്ധ്വാ. അഫലപരതയാ, അഫലപരത എന്ന് പറഞ്ഞാലോ ഫലേച്ഛ കൂടാതെ എന്നർത്ഥം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളെ ഫലേച്ഛ കൂടാതെ ചെയ്യുവാനായിക്കൊണ്ടാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. വർണ്ണിതാനി, വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് ഇതി ബുദ്ധ്വാ, എന്നറിഞ്ഞിട്ട്. അപ്പോ വേദങ്ങളിൽ, കർമ്മകാണ്ഡങ്ങളിൽ ആദ്യ ഭാഗത്തൊക്കെ ഫലപരതയാ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ധാരാളം. എന്തിനു വേണ്ടിയിട്ടാണ്? അത്യന്ത താമസ പ്രകൃതികളായിരിക്കുന്ന ജനങ്ങളെ ഉണർത്താൻ. തമോ ഗുണ പ്രകൃതികളായിരിക്കുന്ന ആളുകള് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ തിരിച്ചു ചോദിക്കും, എനിക്കെന്ത് കിട്ടും? ഞാനിപ്പോ എന്തിനാ അത് ചെയ്യണത്? വേദം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനെന്തിനു ചെയ്യണം? അപ്പൊ വെറുതെ വേദങ്ങളിൽ വിധി മാത്രമായാൽ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. നമ്മുടെ സ്വഭാവം അതാണ്, മടിയന്മാരാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് പ്രയോജനമില്ലാതെ ഞാൻ എന്തിനു പണിയെടുക്കണം? പ്രയോജനം അനുദ്ദിശ്യ മന്ദോപിന പ്രവർത്തതേ. ഏറ്റവും മന്ദബുദ്ധിയായിട്ടുള്ള ഒരാൾ പോലും പ്രയോജനം കാണാതെ പണിയെടുക്കില്ല. എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കും. കൊച്ചുകുട്ടികളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്കെന്താ ബെനിഫിറ്റ്, എനിക്കെന്ത് കിട്ടും, മിഠായി തരുമോ, അല്ലേ? അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ചോദിച്ചത് കൊടുക്കാൻ തയ്യാറാണോ എങ്കിൽ നമ്മൾ പറയുന്ന പണി അവർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ലോക സ്വഭാവം. വെറുതെ ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ വേദങ്ങൾ, നിത്യകർമ്മങ്ങൾ നിങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യൂ എന്ന് പറഞ്ഞാലൊന്നും ആരും അനുസരിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് വേദങ്ങളിൽ തന്നെ വിവിധങ്ങളായ മോഹിപ്പിക്കുന്നതായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എഴുന്നേൽക്കൂ, ഇങ്ങനെ ചുമ്മാ ഇരിക്കാതിരിക്കൂ, ഇതാ ഇന്ന കർമ്മം ചെയ്യൂ, നിങ്ങൾക്ക് ഇന്ന ഫലം കിട്ടും. സ്വർഗകാമോ യജേത, നിങ്ങൾക്ക് സുഖം വേണോ, സ്വർഗത്തിൽ പോണോ, സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നോ, നിങ്ങളുടെ ഭാവി ആകണോ, നിങ്ങൾ യജ്ഞം ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുന്ന വചനങ്ങൾ ധാരാളം വേദങ്ങളിലുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യനെ ആദ്യം സകാമിയായിട്ട്, സകാമി എന്ന് പറഞ്ഞാൽ കാമഭാവനയോടെ, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോടെ, ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടാനായിക്കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടാണ് കർമ്മകാണ്ഡങ്ങളിൽ അനേക കർമ്മങ്ങൾ വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് അതിലൊരു സംസ്കാരമുണ്ടാകും. ആ സംസ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അവരെ ആ സകാമ കർമ്മങ്ങളിൽ നിന്ന് നിഷ്കാമ കർമ്മങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. ഇത് ശീലമായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ സംസ്കാരത്തിൽ വന്നു കഴിഞ്ഞു. ഒരു സംസ്കാരം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ എളുപ്പമല്ല. ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആദ്യം മോഹിപ്പിച്ചത്. ആ ട്രാക്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ശാസ്ത്രങ്ങൾ തന്നെ അതേ സകാമകർമ്മങ്ങളെ നിഷ്കാമമായി ആചരിക്കാൻ പറയും. അങ്ങനെ നിഷ്കാമമായി ആചരിക്കുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാകുന്നു. ചിത്തശുദ്ധി ഉണ്ടാകുമ്പോൾ ആത്മജ്ഞാനത്തിന് അധികാരിയായി തീരുന്നു. അങ്ങനെ ആത്മജ്ഞാനത്തിന് അധികാരിയായി തീരുന്ന ഒരാള് ഗുരുവിനെ സമീപിച്ച് ആത്മജ്ഞാനത്തിനുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് ആത്മജ്ഞാനിയായി തീരലാണ് ലക്ഷ്യം.
അപ്പോൾ ചിത്തശുദ്ധി വേണമെങ്കിൽ നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, കർമ്മയോഗം അനുഷ്ഠിക്കണം. പക്ഷേ ആദ്യം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ആരും അനുഷ്ഠിക്കില്ല. അതുകൊണ്ട് അവർക്ക് സകാമ കർമ്മം വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനായിക്കൊണ്ട്, അത് സാധിക്കാനായിക്കൊണ്ട് ഇന്ന കർമ്മം ചെയ്തോളൂ എന്ന്. അപ്പോൾ വേദത്തിൻ്റെ പരമമായിട്ടുള്ള താല്പര്യം നമ്മളെ നിരന്തരം കർമ്മികളാക്കി സകാമികളാക്കി ചങ്ങലക്കിടാനല്ല. പിന്നെയോ കൊച്ചുകുട്ടികൾ പഠിച്ചാൽ മിഠായി തരാമെന്നൊക്കെ പറയുമ്പോൾ പഠിക്കുന്നത് പോലെ അങ്ങനെ പഠിച്ച് അവർക്ക് ആ പഠിപ്പ് ബോറടി അല്ലാതെ വരുമ്പോൾ പിന്നെ അവർക്ക് മിഠായി ഒന്നും വേണ്ട, അവർ തന്നെ പഠിച്ചോളും. പഠിപ്പിൻ്റെ ഒരു സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തരണോ? നമ്മളൊക്കെ പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും തരണോ? ഇപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ട്രാക്കിലേക്ക് വന്നു നമ്മൾ. നേരെ മറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ ഒന്നും പഠിച്ചില്ലെങ്കിലോ, ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിച്ചില്ലായിരുന്നുവെങ്കിലോ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാതെ, അതിലൊരു താല്പര്യം ജനിക്കാതെ, അക്ഷരത്തെ ഭയപ്പെടുന്ന, പുസ്തകങ്ങളെ ഭയപ്പെടുന്ന, പുസ്തകം കണ്ട സങ്കോചം വരുന്ന, ഇത് നമ്മൾക്കുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ് പേടിച്ചോടുന്നവരായിത്തീരും നമ്മൾ. നീന്താൻ വെള്ളത്തിലിറങ്ങി നീന്താൻ പഠിക്കണം. അല്ലാതെ വെറുതെ കരയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് നീന്താൻ ഉള്ള ഭയം മാറില്ല. അതുപോലെയാണ് നമ്മൾ പഠനം എന്നുള്ള വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതൊരു സംസ്കാരമായി മാറണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബാല്യത്തിൽ നമ്മൾക്ക് അച്ഛനമ്മമാർ പഠിക്കാൻ വേണ്ടി ഓരോ പ്രോത്സാഹനം തരുന്നത്, സമ്മാനങ്ങൾ തരുന്നത്. നമ്മൾ മാർക്ക് വാങ്ങിച്ചാൽ, റാങ്ക് വാങ്ങിച്ചാൽ, പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ 50-ൽ 50, 100-ൽ 100, ഹായ് മിടുക്കൻ, സമ്മാനങ്ങൾ തരും, അല്ലേ? 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടെ പാസ്സായാൽ ഇന്നത് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നല്ലതിനായിരുന്നു. ആ പ്രലോഭനത്തിൽ വീണിട്ടാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത്. പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാച്ച് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് നമുക്ക് അതൊക്കെ വലിയ സംഭവമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ വാച്ചും സൈക്കിളും മൊബൈലും ടാബും ലാപ്ടോപ്പും മടിയിൽ. അവർക്കൊന്നും ലോകത്തിൽ ഒരു വസ്തുവിനും വിലയില്ല, അവർക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾക്കൊക്കെ അന്നതൊക്കെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊക്കെ പഠിച്ചു. എന്നാൽ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഈ ഒരു സംസ്കാരം വളർത്തലാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാനാവില്ല എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വളരും. അപ്പോൾ ഇവിടെ പറയുന്നു, വേദൈഹി സർവാണി കർമാണി അബലപരതയാ വർണ്ണിതാനി ഇതി ബുദ്ധ്വാ. ഞാൻ മനസ്സിലാക്കിയിട്ട്, എന്ത് മനസ്സിലാക്കിയിട്ട്? വേദങ്ങളാൽ സർവകർമ്മങ്ങളും അബലപരതയാ വർണ്ണിതാനി, നിഷ്കാമകർമ്മമായി ചെയ്യാനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് താനി ത്വയ്യർപ്പിതാനിയേവ ഹി സമനുചരൻ. താനി അവകളെ, ആ വേദം നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങളെ, ഓരോരുത്തരുടെയും വർണ്ണാശ്രമത്തിനനുസരിച്ച് ഏതൊക്കെ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ടോ, നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ട്, നിഷിദ്ധ കർമ്മങ്ങൾ ഞാൻ ചെയ്യാതെ, പ്രതിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതെ, നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇനി അഥവാ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അതിന് പ്രതിവിധിയായി പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്തുകൊണ്ട്, അതാണ് താനീ ത്വയ്യർപ്പിതാനി ഏവഹി, അവയെ ഗുരുവായൂരപ്പ അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ സമനുചരൻ, സമ്യക്കായി അനുചരിക്കുന്നവനായിട്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി ചെയ്തിട്ട് എന്നാണ് സമനുചരൻ. സമ്യക്കായി അനുചരിച്ച്, ഞാൻ വഴിപാട് പോലെ ചെയ്യില്ല, പിന്നെയോ ശരിക്കും ഞാൻ ആത്മാർത്ഥമായി ചെയ്യും. വഴിപാട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പൂജ തന്നെയാണ്, ആത്മാർത്ഥമായി ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിന് ആ വഴിപാട് എന്നുള്ള പ്രയോഗം
ഇന്നത്തെ ലോകത്ത് ചെയ്യുന്ന വഴിപാട് എങ്ങനെയാണ് നമുക്കറിയാം. ആള് ക്ഷേത്രത്തിലേക്ക് പോകാതെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഫോണിൽ വിളിച്ച് പറയും, കാശ് കൊടുത്തും വിടും ഒക്കെ ചെയ്യുന്ന പരിപാടികളാണ്. അല്ല അവിടെ ആ ഇൻവോൾവ്മെന്റ് ഇല്ല. ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പരിപാടിക്കാണ് നമ്മളിപ്പോൾ വഴിപാട് എന്ന് മാറ്റിയിരിക്കുന്നത്. വഴിപാട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പൂജ എന്നാണ്, തമിഴ് വാക്കാണത്. വഴിപാട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രവിധി അനുസരിക്കുക എന്നാണ് അർത്ഥം. വേണ്ട പോലെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക, പൂർണ്ണതയോടുകൂടി ചെയ്യുക എന്നാണ് വഴിപാടിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ വഴിപാടിനെ മാറ്റിയെടുത്തു. നമ്മുടെ മലയാളത്തിലേക്ക് നമ്മൾ വഴിപാട് ഇപ്പോൾ വഴിപാടാക്കി എന്ന് വെച്ചാലോ വെറുമൊരു ചടങ്ങ് മാത്രമാക്കി മാറ്റി. അതിൽ നമുക്ക് പങ്കാളിത്തമോ സമർപ്പണമോ ഇല്ലാതെ ചെയ്യുന്ന പരിപാടിയാക്കി മാറ്റി. ആത്മാർത്ഥതയില്ലാത്ത വെറും ചടങ്ങ് മാത്രമാക്കി മാറ്റി. അതാണ് വഴിപാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമനുചരൻ, സമ്യക് അനുചരൻ, നന്നായി ചെയ്തുകൊണ്ട് എന്നാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി ചെയ്തുകൊണ്ട്, താനി തൊയ്യർപ്പിതാനി ഏവ, എല്ലാം അങ്ങയിൽ സമർപ്പിച്ചവയായിട്ട് നന്നായി ചെയ്തിട്ട്. കാരണം അങ്ങയ്ക്കാണ് സമർപ്പിക്കുന്നത്. അപ്പം അത് കർമ്മയോഗമായി അല്ലേ? ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് കർമ്മയോഗമായി. അങ്ങനെ സമർപ്പിച്ച് യാനി നൈഷ്കർമ്മ്യം ഈശ, ഈശ അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അഹം നൈഷ്കർമ്മ്യം യാനി. ഈ യാനി എന്നുള്ള പ്രയോഗം എന്താണ് ഇവിടെ പ്രയോഗം? ഇവിടെ ഒരു ക്രിയാരൂപമാണ്. ഞാൻ പ്രാപിക്കും, ഭാവിയിൽ പ്രാപിക്കാമെന്നുള്ള ഒരു പ്രയോഗമാണ്, ക്രിയാരൂപമാണ് യാനി എന്നുള്ളത്. അഹം ഭവാനി, അഹം യാനി, മേ ഐ ബിക്കം എന്ന് പറയുന്നത് അഹം ഭവാനി. അതുപോലെ മേ ഐ റീച്ച്, ഞാൻ പ്രാപിക്കുമാറാകട്ടെ, അഹം യാനി. മറ്റേ യാനി യാനി കർമ്മ യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച് എന്ന് പറയുന്നിടത്ത് യാനി ശബ്ദത്തിന് യാവകൾ എന്നർത്ഥമാണ്. ഏതേത് പാപങ്ങൾ ഞാൻ മുമ്പ് ചെയ്തുവോ, യാനി യാനിച്ച പാപാനി, ഏതേത് പാപങ്ങൾ ചെയ്തുവോ എന്ന് പറയാൻ യാനി. ഇവിടുത്തെ യാനി ആ എണ്ണത്തെ സൂചിപ്പിക്കുന്ന യാനിയല്ല. ഇവിടെ യാനി ക്രിയയെ സൂചിപ്പിക്കുന്ന യാനിയാണ്. മേ ഐ റീച്ച് ദയർ, ഞാൻ പ്രാപിക്കുമാറാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ യാനി നൈഷ്കർമ്മ്യം. എന്താ നൈഷ്കർമ്മ്യം? നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്ന ആ ജ്ഞാനത്തിൻ്റെ അവസ്ഥയാണ് നൈഷ്കർമ്മ്യം, ജ്ഞാനമാർഗം. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞ കർമ്മങ്ങൾക്ക് അതീതനായി തീരുക. ഞാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന അറിവ് നേടുക. നമ്മുടെ ഗീതയിൽ പറഞ്ഞ കർമ്മണ്യ അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത് എന്ന് പറയുന്ന ആ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന അവസ്ഥയെ പ്രാപിക്കലാണ് വാസ്തവത്തിൽ നൈഷ്കർമ്മ്യ സിദ്ധി. ശരീരം പ്രവർത്തിക്കുമ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല. അഹം അകർത്താ ആത്മാ, ഞാൻ കർത്തൃത്വമില്ലാത്ത ആത്മസ്വരൂപമാകുന്നു എന്നുള്ള ആ അറിവാണ് നൈഷ്കർമ്മ്യം. അപ്പൊ നൈഷ്കർമ്മ്യം എന്ന അവസ്ഥയെ, ആ ജ്ഞാനത്തിന്റെ അവസ്ഥയെ, ആ പൂർണ്ണതയുടെ അവസ്ഥയെ ഞാൻ പ്രാപിക്കുമാറാകട്ടെ ഈശ, ഗുരുവായൂരപ്പ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. അപ്പം ഞാൻ കർമ്മയോഗം അനുഷ്ഠിച്ച് ഞാൻ ജ്ഞാനയോഗത്തിന് അധികാരിയായി തീർന്ന് ഞാൻ ജ്ഞാനിയായി ഭവിച്ച് കർമ്മങ്ങളെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയരട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു വീണ്ടും, മാബോധ് വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തി. എനിക്ക് കുഹചിതപി, കുഹചിത എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നർത്ഥത്തിലാണ്. ഒരിടത്തും ഒരിക്കലും എന്ത് ഭവിക്കരുത്? കുഹചിത ഒരു വിഷയത്തിലും എന്നൊക്കെ അർത്ഥം. മാബൂത്, മാബൂത് എന്ന് പറഞ്ഞാൽ ഭവിക്കരുത്. എന്ത് ഭവിക്കരുത്? വേദൈർ നിഷിദ്ധേ മനഃകർമ്മവാചാം പ്രവൃത്തി. വേദൈഹി നിഷിദ്ധേ കർമ്മണി,
വേദങ്ങളാൽ പ്രതിഷേധിച്ചിരിക്കുന്ന ഡോൺ ഡു എന്ന് പറഞ്ഞിരിക്കുന്ന ഡോൺസിൽ ഒരു പ്രകാരത്തിലും ഒരു വിഷയത്തിലും ഒരിക്കലും എൻ്റെ മനഃ കർമ്മ വാചാം പ്രവൃത്തി മാബൂദ്, എൻ്റെ മനസ്സ് വേദം നിഷേധിച്ചിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കട്ടെ, എൻ്റെ വാക്ക് വേദം പ്രതിഷിദ്ധമാക്കി പറഞ്ഞതിനെക്കുറിച്ച് പറയാതിരിക്കട്ടെ, എൻ്റെ കർമ്മം, എൻ്റെ പ്രവൃത്തികൾ വേദങ്ങളാൽ പ്രതിഷിദ്ധമാക്കിയിരിക്കുന്ന നിഷേധിച്ചിരിക്കുന്ന പ്രവൃത്തികൾ, അധർമ്മങ്ങൾ, പാപങ്ങൾ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ വേദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വേദങ്ങൾ ഇന്ന കർമ്മങ്ങൾ ഇന്നവർ ചെയ്യരുത് എന്ന് ആളും തരവും നോക്കി ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് നിഷേധിച്ചിട്ടുണ്ട്. അത് നിഷിദ്ധ കർമ്മം എന്നറിയാം. ബ്രാഹ്മണർക്ക് നിഷിദ്ധമായ ഒരു പട്ടികയുണ്ട്, ക്ഷത്രിയർക്ക് നിഷിദ്ധമായ ഒരു പട്ടികയുണ്ട്, വൈശ്യർക്ക് നിഷിദ്ധമായ ഒരു പട്ടികയുണ്ട്, ശൂദ്രർക്ക് നിഷിദ്ധമായ ഒരു പട്ടികയുണ്ട്, ബ്രഹ്മചാരിക്ക് നിഷിദ്ധമായ പട്ടികയുണ്ട്, ഗൃഹസ്ഥന് നിഷിദ്ധമായ പട്ടികയുണ്ട്, വാനപ്രസ്ഥനും സന്യാസിക്കും നിഷിദ്ധമായിട്ടുള്ള പട്ടികകളുണ്ട്. അപ്പോ ആ നിഷിദ്ധ കർമ്മം, പ്രതിഷിദ്ധ കർമ്മം, അത് ചെയ്യുന്നതിൽ എനിക്ക് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി ഉണ്ടാവാതിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രാർത്ഥന. മാഭൂത് വേദൈർ നിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തി. വേദൈഹി നിഷിദ്ധേ കർമ്മണി മമ മനഃകർമ്മവാചാം പ്രവൃത്തി കുഹചിദപി മാഭൂത്. ഒരിക്കലും ഉണ്ടാവരുത്, ഭവിക്കരുത്. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വേദങ്ങൾ 4 തരം കർമ്മങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, പ്രതിഷിദ്ധ കർമ്മം. ഇങ്ങനെ 4 തരം കർമ്മങ്ങളെക്കുറിച്ച് വേദം പറയുന്നുണ്ട്. അതിൽ കാമ്യകർമ്മം ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഏത് കാമമാണോ ഉള്ളത്, അല്ലേ, പുത്രകാമോ യജേത, നിങ്ങൾക്ക് പുത്രൻ വേണമെന്നുണ്ടെങ്കിൽ പുത്രകാമേഷ്ടിയാഗം ചെയ്യൂ. പുത്രൻ വേണ്ട എന്നുള്ളവർക്ക് അത് വേണ്ട. അത് എന്താണ്? ലിമിറ്റഡ് ടു ദോസ് ഹു വാണ്ട് ദാറ്റ് റിസൾട്ട്സ്. അതാത് ഫലം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള കർമ്മങ്ങളാണ് അതാത് സകാമ കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാമനകൾ ഉള്ളവർ മാത്രം അത് ചെയ്താൽ മതി. നോട്ട് ജനറൽ, എല്ലാവർക്കും വേണ്ടി ഡിക്റ്റേറ്റ് ചെയ്യുന്നതല്ല. അത് വേണമെങ്കിൽ കഴിച്ചോളൂ, ഓപ്ഷണലാണ്. ആ ഓപ്ഷണലിനെയാണ് കാമ്യകർമ്മം എന്ന് പറയുന്നത്. എന്നാൽ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം അത് ഓപ്ഷണൽ അല്ല, അത് കമ്പൾസറിയാണ്. അത് ശാസ്ത്രം നിർബന്ധമായിട്ട് ഓരോരുത്തർക്കും വിധിച്ചിരിക്കുന്നത് ചെയ്യാൻ പറഞ്ഞിരിക്കണം. എല്ലാവർക്കും ഒരേ നിത്യകർമ്മമല്ല, നൈമിത്തിക കർമ്മമല്ല. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികൾക്കും ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസികൾക്കും അത് മാറുന്നു. വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് മാറുന്നു. പക്ഷെ അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, മസ്റ്റ് ഡു. അതിൽ എന്താ പറയുക, വിട്ടുവീഴ്ച വരുത്താൻ പാടുള്ളതല്ല. മറ്റത് ഓപ്ഷണലാണ്. ഏത്? കാമ്യകർമ്മം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. അപ്പം ഇങ്ങനെ നിത്യം, നൈമിത്തികം, കാമ്യം. നിത്യം എന്ന് പറഞ്ഞാൽ ഡെയിലി മസ്റ്റ് ഡു, ദിവസവും ഒഴിവാക്കാൻ പാടില്ലാത്തത് നിത്യകർമ്മം. നൈമിത്തികം എന്ന് പറഞ്ഞാലോ നിമിത്തവശാൽ ചെയ്യുന്നതാണ് നൈമിത്തികം. നിമിത്തവശാൽ എന്ന് പറഞ്ഞാൽ ഓരോ കാരണങ്ങൾ വരുമ്പോൾ, ഓരോ റീസൺസ് ഉണ്ടാകുമ്പോൾ, ഓരോ സന്ദർഭവശാൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ചെയ്യുന്നത് മരണത്തെ സംബന്ധിച്ചതായിട്ടുള്ള നൈമിത്തിക കർമ്മങ്ങൾ, മരണത്തിൽ വരുന്നതായിട്ടുള്ള ചടങ്ങുകൾ, സംസ്കാര കർമ്മങ്ങൾ, ശ്രാദ്ധാദികൾ, ബലികൾ, അതൊക്കെ നൈമിത്തികത്തിൽ വരുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ നൈമിത്തികം. അപ്പം അത് സാധാരണ ചെയ്യേണ്ടതല്ല, ഒക്കേഷണൽ. ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ വെനെവർ ദർ ഈസ് എൻ ഒക്കേഷൻ. ഒക്കേഷൻ വരുമ്പോൾ മാത്രം ചെയ്യുന്നത്. അതെ, മറ്റതിന് മാൻഡേറ്ററി തന്നെയാണ്. നല്ല വാക്ക്. അത് കിട്ടാതെ ചിന്തിക്കുകയായിരുന്നു.
മാൻഡേറ്ററി ആയിട്ടുള്ള ഡ്യൂട്ടീസ്, അതാണ് നിത്യകർമ്മം. നൈമിത്തികവും മാൻഡേറ്ററിയാണ്, അത് പക്ഷേ ഡെയിലി ചെയ്യാനുള്ളതല്ല, ഒക്കേഷണൽ, വെനെവർ ദർ ഈസ് എൻ ഒക്കേഷൻ. സന്ദർഭങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളോട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് നൈമിത്തികം. പിന്നുള്ളത് കാമ്യം, ഓപ്ഷണൽ, എല്ലാവർക്കും വേണ്ടതല്ല. പിന്നെയുള്ളത് പ്രതിഷിദ്ധം. പ്രതിഷിദ്ധം അല്ലെങ്കിൽ നിഷിദ്ധം, പ്രോഹിബിറ്റഡ് ആക്ഷൻസ്. നിങ്ങൾ ഇന്നത് ഇന്നവർ ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് പ്രോഹിബിഷൻസ് ഉണ്ട്. ഡോണ്ട് ഡു, ഡോണ്ട് ഡു, ഡോണ്ട് ഡു എന്ന്. അതിനാണ് നിഷിദ്ധ കർമ്മം എന്ന് പറയുന്നത്. അത് ചെയ്താൽ അരുതാത്തവർ ചെയ്താൽ പാപം വരും. അപ്പോൾ എന്ത് വേണം? പ്രതിഷിദ്ധ കർമ്മം ചെയ്തവർക്ക് പ്രായശ്ചിത്തവും വിധിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ അതിന് തിരുത്താനായിക്കൊണ്ട് പ്രായശ്ചിത്തം, സ്വയം അത് തന്നെ പ്രായശ്ചിത്തം ചെയ്യുക. പശ്ചാത്താപത്തോടുകൂടെ അതിന് പ്രായശ്ചിത്തമായിട്ട് പല മന്ത്രജപങ്ങളാവാം, തീർത്ഥാടനങ്ങളാവാം, പല വ്രതങ്ങളാവാം. ചില കർമ്മങ്ങൾക്കൊക്കെ കുറച്ച് കഠിനങ്ങളായിട്ടുള്ള വ്രതങ്ങളുണ്ട്. കൃത്സ്രം, ചാന്ദ്രമാസം മുതലായിട്ടുള്ള കഠിനങ്ങളായിട്ടുള്ള പല വ്രതങ്ങളുണ്ട്. അതൊക്കെ പ്രായശ്ചിത്തങ്ങളാണ്. ഇന്ന തെറ്റ് ചെയ്തതിന് സ്വയം തന്നെ ആ ശിക്ഷ ഏറ്റെടുത്ത് തൻ്റെ പാപത്തെ പ്യൂരിഫൈ ചെയ്യാനായിക്കൊണ്ട് സ്വയം തന്നെ കഴുകി വൃത്തിയാക്കുന്ന പരിപാടിയാണ്. അഴുക്ക് പിടിച്ചാൽ നമ്മൾ സ്പെഷ്യലായിട്ട് കഴുകണ്ടേ? ഏതെങ്കിലും ചെളിക്കുണ്ടിൽ വീണാൽ നല്ലോണം കഴുകണ്ടേ? അതുപോലെ കഴുകുന്ന പ്രക്രിയയാണ് ഈ ചടങ്ങുകൾ, ഈ വ്രതങ്ങളൊക്കെ. അപ്പം അതിനാണ് പ്രതിഷിദ്ധം എന്ന് പറയുന്നത്. ചെയ്താൽ അതിന് പ്രായശ്ചിത്തം. അതുപോലെ മാൻഡേറ്ററി ആയിട്ടുള്ളത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്തമുണ്ട്. മസ്റ്റ് ഡു ആയിട്ടുള്ള നിത്യകർമ്മങ്ങളോ നൈമിത്തിക കർമ്മങ്ങളിലോ വീഴ്ച വരുത്തിയാൽ, ഇപ്പോൾ ഈ കൊറോണ കാലത്ത് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ നടത്താൻ പറ്റില്ല. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് പലരും മരിക്കുന്നുണ്ട്. പലരും മരിക്കുമ്പോൾ ആ മരണാനന്തര കർമ്മങ്ങളൊന്നും നമുക്ക് സമ്പ്രദായ പ്രകാരം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാമെന്ന്. ഇപ്പോൾ ആപത്താണ്. ഇപ്പോൾ നമുക്ക് സാഹചര്യം വിരുദ്ധമായി നിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറ്റുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ റിലാക്സ് ചെയ്യുമ്പോൾ, നമുക്ക് സൗകര്യമാവുമ്പോൾ, നമുക്ക് തൃപ്തിയാവുന്ന പോലെ അതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഈശ്വരൻ അനുവദിച്ചിട്ടുള്ളതാണ്, ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ അച്ഛനോ അമ്മയോ മരിച്ചാൽ മക്കൾക്ക് സന്ദർഭത്തിൽ എത്താൻ പോലും പറ്റുന്നില്ല. ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ കൊള്ളി വെക്കാനോ ഒന്ന് കാണാനോ പോലും പറ്റാത്ത അവസ്ഥകളുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ആ മൃതശരീരത്തെ ദഹിപ്പിക്കട്ടെ, അത് അതിൻ്റെ പാട്ടിൽ നടക്കട്ടെ. നമുക്ക് മനസ്സുകൊണ്ട് തൽക്കാലം പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾക്ക് ഉള്ളിൽ ഇരുന്നു കൊണ്ട്, പരിമിതികൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ നമുക്ക് സൗകര്യമാവുന്ന സമയത്ത് അതിൻ്റെ പ്രായശ്ചിത്തത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. നിത്യവും ചെയ്യേണ്ട ബലിയോ മാസം തോറും വാവിന് ചെയ്യേണ്ടതായിട്ടുള്ള ബലിയോ ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ട് ഓരോ പിടി പണം വാരിവെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് അവസാനം എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ കൊണ്ടുപോയിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, ശ്രാദ്ധമൂട്ടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതിനാണ് പ്രായശ്ചിത്ത കർമ്മം എന്ന് പറയുന്നത്. നിത്യനൈമിത്തികങ്ങളിൽ വീഴ്ച വന്നുപോയാൽ, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നുപോയാൽ അതിന് ഫൈൻ അടയ്ക്കുക. അപ്പം ഇങ്ങനെ 4 തരത്തിൽ പറഞ്ഞിരിക്കണം. അതിൽ പ്രതിഷിദ്ധം ചെയ്താൽ പ്രായശ്ചിത്തം, മാൻഡേറ്ററി ആയത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്തം. കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയത് വിട്ടുപോകുന്നത് ഒമിഷൻ എന്ന് പറയും. മറ്റത് പ്രതിഷിദ്ധമായത് ചെയ്യുന്നതിനാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യണം, വേണ്ടാത്തത് ചെയ്യണം. അങ്ങനെ കമ്മീഷൻസിനും ഒമിഷൻസിനും പ്രായശ്ചിത്തങ്ങളുണ്ട്. അങ്ങനെയാണ് വേദങ്ങളിൽ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണത്, വേദങ്ങളിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഞാൻ അത് അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ
കർമ്മയോഗമായി ഞാൻ അനുഷ്ഠിക്കും. അങ്ങനെ ഞാൻ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് യോഗ്യനായിത്തീരും, ജ്ഞാനത്തിന് അർഹനായിത്തീരും. അതുപോലെ തന്നെ അങ്ങയോട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, വേദങ്ങളിൽ നിഷിദ്ധമാക്കിയിരിക്കുന്ന കർമ്മങ്ങളിൽ എനിക്ക് മനസ്സിനോ വാക്കിനോ കർമ്മമോ ഒന്നിലും പ്രവൃത്തി ഉണ്ടാവരുത് എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാഭൂത് വേദൈർ നിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേത് അവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിൽപ്രകാശേ. ദുർവർജം എന്ന് പറഞ്ഞാലോ, വർജിക്കാൻ പ്രയാസമായിട്ട് നിർബന്ധമായിട്ട് ചിലപ്പോൾ ചിലത് ചെയ്തു പോകും. നമ്മുടെ സാഹചര്യം കൊണ്ടോ സ്വഭാവം കൊണ്ടോ വാസന കൊണ്ടോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ വർജിക്കാൻ പറ്റാതെ നമ്മൾ ചെയ്തു പോകും. അങ്ങനെ ദുർവർജം അവാപ്തം ചെയ്ത് അങ്ങനെയുള്ള വർജിക്കാൻ പറ്റാതെ എന്തെങ്കിലും വന്നു പോയാൽ, ഏതെങ്കിലും അബദ്ധം ചെയ്തു പോയാൽ, തദപി ചിത്പ്രകാശേ ഭവതി അർപ്പയേ ഖലു, അതിനെയും ഞാൻ ചിൽപ്രകാശ സ്വരൂപനായിരിക്കുന്ന ചൈതന്യ പ്രകാശ സ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ സമർപ്പിക്കും. തീർച്ചയായിട്ടും ഭഗവാനിൽ അർപ്പിക്കും. അങ്ങനെ അങ്ങയിൽ അർപ്പിക്കുന്നതോടുകൂടി എൻ്റെ പുണ്യപാപങ്ങളെല്ലാം ഞാൻ ഭഗവാനിൽ സമർപ്പിക്കും. അങ്ങനെ ഞാൻ പുണ്യപാപങ്ങളാകുന്ന വാസനകളിൽ നിന്ന് ശുദ്ധനാകും. ശബരിമലക്കാര് ഇരുമുടിക്കെട്ടിൽ പുണ്യവും പാപവും കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുന്നത് പോലെ, പുണ്യവും പാപവും ഭഗവാന് സമർപ്പിച്ചാലേ നമ്മൾ ശുദ്ധരാവുള്ളൂ. പാപം മാത്രം ഭഗവാന് സമർപ്പിച്ചാൽ പോരാ, ഒപ്പം പുണ്യവും സമർപ്പിക്കുക. രണ്ടും ബന്ധനമാണ്, രണ്ടും വാസനകളായി നമ്മളെ ബന്ധിക്കും. ഒന്ന് സ്വർണ്ണച്ചങ്ങല, ഒന്ന് ഇരുമ്പ് ചങ്ങല. അതുകൊണ്ട് രണ്ടും ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ ഞാൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ കായേന വാച മനസാ ഇന്ദ്രിയേർവാ ബുദ്ധ്യ ആത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്ന് ഞാൻ ഭഗവാന് സമർപ്പിക്കും. യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തു പ്രദക്ഷിണ പദേ പദേ പ്രഹൃഷ്ട പാപനാശായ പ്രഹൃഷ്ട ഫലസിദ്ധയെ പ്രദക്ഷിണം കരോമീശ പ്രസീദ പരമേശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മങ്ങളെ അങ്ങയിൽ സമർപ്പിക്കും. ചിത്പ്രകാശേ ത്വയി അർപ്പയേ ദുർവർജം ചേത് അവാപ്തം തദപി ഖലു ഭവതി അർപ്പയേ. അങ്ങയിൽ സമർപ്പിക്കും ഞാൻ. എല്ലാം അങ്ങ് തന്നെയാണ് അതിൻ്റെ ആള്. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതും അങ്ങ് തന്നെ. ഞാനൊന്നും അറിയില്ല, ഞാനൊരു നിമിത്ത മാത്രം എന്ന് കരുതി സർവവും അങ്ങയിൽ സമർപ്പിക്കും. അപ്പോൾ ഇവിടെ ആ കർമ്മയോഗത്തിൻ്റെ തത്വമാണ് ഇവിടെ പറഞ്ഞത്. വേദങ്ങൾ ഏത് രീതിയിലാണ് നമ്മളെ ക്രമത്തിൽ ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് ആത്മജ്ഞാനത്തിന് യോഗ്യരാക്കി തീർക്കുന്നത്, അതിനെയാണ് ഇവിടെ കർമ്മയോഗം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത്. വേദൈ സർവാണി കർമ്മണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂത് വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചാം പ്രവൃത്തിഃ ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. അടുത്ത ശ്ലോകവും ആവിർഹോത്രന്റെ ആശയം തന്നെയാണ്. പൂജാവിധിയാണ് അതിലെ മുഖ്യം. താന്ത്രികമായ കർമ്മയോഗം, ഈശ്വരനിലുള്ള പൂജ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. യസ്ത്വന്യകർമ്മയോഗഃ തവ ഭജനമയഃ തത്ര ച അഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതോ ഭക്തിപൂതൈഃ
നിത്യം വര്യാം സപര്യാം വിദദദൈ വിഭോ ത്വൽ പ്രസാദം ഭജേയം. യസ്ത്വന്യഃ കർമ്മയോഗഃ തവ ഭജനമയഃ തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതോ ഭക്തിപൂതൈഃ നിത്യം വര്യാം സപര്യാം വിദദദൈ വിഭോ ത്വൽ പ്രസാദം ഭജേയം. അപ്പോ പൂജാവിധികളെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്താണ് പറയുന്നത്? യസ്തു അന്യഃ യഹ തു അന്യഃ കർമ്മയോഗഃ. ഇനി വേറൊരു തരത്തിലുള്ള കർമ്മയോഗം ഉണ്ട്. അതിനെ തന്നെയാണ് ക്രിയായോഗം എന്നൊക്കെ നമ്മുടെ രാമായണത്തിലെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് ഉപദേശിക്കുന്നു, ക്രിയാമാർഗോപദേശം. അപ്പൊ ക്രിയായോഗം അത് തന്നെ കർമ്മയോഗം, പൂജാവിധി. അതിനാണ് ഇവിടെ യസ്തു അന്യഃ കർമ്മയോഗഃ. ഇനി മറ്റൊരു കർമ്മയോഗമുണ്ട്. അതേതാണ്? അത് തവ ഭജനമയഃ, അങ്ങയുടെ ഭജനമയമായിരിക്കുന്ന, അങ്ങയെ സേവിക്കുന്ന, ഈശ്വര ആരാധന ചെയ്യുന്നതായിട്ടുള്ള കർമ്മയോഗം. അതനുഷ്ഠിക്കുന്നവനായിട്ട് തത്ര ആ വിഷയത്തിൽ ച അഭീഷ്ടമൂർത്തിം, അഭീഷ്ടമൂർത്തി എൻ്റെ ഇഷ്ടദേവതയെ, ഇഷ്ടമൂർത്തിയെ ഹൃദ്യാം സത്വൈകരൂപാം, ഹൃദ്യാം എനിക്ക് ഏറ്റവും ഹൃദ്യമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിന് വളരെയധികം എന്താ പറയുക സന്തോഷം നൽകുന്നതും സത്വൈകരൂപാം, സത്വമാത്ര രൂപമായിരിക്കുന്നത്, ശുദ്ധ സത്വാത്മകമായിരിക്കുന്ന. ഇപ്പം മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ സത്വരൂപമായി സ്തുതിച്ചില്ലേ? അത് തന്നെ ആ സത്വരൂപമായിട്ട് ഹൃദ്യാം സത്വൈകരൂപാം, കേവല സത്വരൂപമായിട്ട് അഭീഷ്ടമൂർത്തിയായ ഭഗവാനെ ദൃശതി ഹൃദി മൃദി ക്വാപിവ ഭാവയിത്വാ, ക്വാപിവ എന്തെങ്കിലും ഒരു ഉപാധിയിൽ ഭാവയിത്വ സങ്കല്പിച്ചിട്ട്, ആവഹിച്ചിട്ട്, ധ്യാനിച്ചിട്ട് ഏതെങ്കിലും ഒരു സന്നിധിയിൽ ഞാൻ പൂജിക്കും. അപ്പൊ ഏതിലൊക്കെ ദൃശതി, ദൃശത്ത, ദൃശത് ശബ്ദം കല്ല് എന്നുള്ള ശബ്ദമാണ്. അതിന്റെ സപ്തമിയാണ് ദൃശതി, കല്ലിൽ. അപ്പൊ കല്ലുകൊണ്ടുള്ള വിഗ്രഹം. പിന്നെയോ ദൃശതി ഹൃദി, ഹൃദയത്തിൽ എന്ന് പറഞ്ഞാലോ മാനസ പൂജ. ഹൃദയത്തിൽ സങ്കല്പിച്ചിട്ട് മാനസ പൂജ ചെയ്യും. മൃതി, മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പൊ മണ്ണുകൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലോ അല്ലെങ്കിൽ മണ്ണിന്റെ തന്നെ എന്താ പറയുക ഭാവങ്ങളാണ് ഈ പത്മോടുന്നതായിട്ടുള്ള പൊടികളൊക്കെ. എന്തൊക്കെ പൊടികളെ കൊണ്ടാണോ ഈശ്വരാരാധനയ്ക്ക് വേണ്ടതായിട്ടുള്ള പത്മാദികളൊക്കെ ഇടുന്നത്, അതൊക്കെ മണ്ണിന്റെ വകഭേദങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ മണ്ണിലോ അഥവാ ഭൂമിയിലോ അല്ലെങ്കിൽ സൂര്യനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കലശത്തിലെ ജലത്തിലോ അല്ലെങ്കിൽ ലോഹമയമായ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ദാരുമയമായ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ശിലാമയമായ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ദീപത്തിലോ, ഇങ്ങനെ എവിടെ വേണമെങ്കിലാവാം. അഷ്ടവിധ പ്രതിമകളെ കുറിച്ച് ശാസ്ത്രം പറയും. ശൈലി ദാരുമയി ലൗഹി ലേപ്യാ ലേഖ്യാ ച സൈകതി മനോമയി മണിമയി പ്രതിമ അഷ്ടവിധ സ്മൃത. പൂജാശാസ്ത്രങ്ങൾ, തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് അഷ്ടവിധ പ്രതിമാ സ്മൃത. പ്രതിമകൾ 8 തരത്തിലുണ്ട്. ഈശ്വരന്റെ പ്രതീകങ്ങളായി നമ്മൾ ഉപയോഗിക്കാവുന്ന 8 വിധം പ്രതീകങ്ങളാണ്, 8 വിധം പ്രതിമകളാണ്. എന്തൊക്കെയാവാം? ശൈലി, ശൈലി എന്ന് പറഞ്ഞാൽ ശില കൊണ്ട് നിർമ്മിച്ചത് എന്നാണ്. ശിലാനിർമ്മിതമായത് ശൈലി, കല്ലുകൊണ്ട് നിർമ്മിച്ച. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കരിങ്കല്ല് വിഗ്രഹങ്ങളാണ്. മാർബിളും ആവാം. അങ്ങനെ കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയത്, കല്ലിൽ നിർമ്മിച്ചത് ശൈലി, ശിലാമയം. ദാരുമയി, മരം കൊണ്ടുള്ളത്, മരം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്. അവിടെ അഭിഷേകമില്ല, അല്ലേ? ചാന്താട്ടമാണ്.
എവിടെയൊക്കെയാണോ ദാരുവിഗ്രഹങ്ങളുള്ളത് അവിടെ ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യില്ല. അഭിഷേകം ചെയ്യാൻ വേറൊരു ഉത്സവ മൂർത്തിയെ ഒരു വിഗ്രഹം കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ ലോഹം കൊണ്ടോ ഉള്ളതായിട്ടുള്ളൊരു മൂർത്തിയെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. അതിനായിരിക്കും അഭിഷേകം മുഴുവൻ. ദാരുമയിയായിട്ടുള്ള വിഗ്രഹത്തിന് അഭിഷേകമില്ല. അതിന് വർഷത്തിലൊരിക്കലോ വിശേഷ സന്ദർഭങ്ങളിലോ ചാന്താട്ടം. അപ്പോൾ ദാരുമയി മരം കൊണ്ടുള്ളതായിട്ടുള്ളതോ, ലൗഹി എന്ന് പറഞ്ഞാൽ ലോഹനിർമ്മിതമായത്, മെറ്റാലിക്. അപ്പോൾ ലോഹനിർമ്മിതമായ പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള വിഗ്രഹം അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹമാവാം, വെള്ളി വിഗ്രഹമാവാം. അങ്ങനെ വിഗ്രഹങ്ങൾ, ലോഹനിർമ്മിതമായ വിഗ്രഹങ്ങൾ. ലേപ്യ എന്ന് പറഞ്ഞാൽ ചാണകം മെഴുകുന്നതൊക്കെ ലേപനമാണ്. ചാണകം മെഴുകിയ തറയിൽ നമുക്ക് പൂജിക്കാം. അതുപോലെ ഏതെങ്കിലും ദ്രവ്യങ്ങളെ കൊണ്ട് മെഴുകുന്നത് ലേപനം. ലേഖ്യ എന്ന് പറഞ്ഞാൽ ലേഖനം ചെയ്യപ്പെടുന്നത്, വരയ്ക്കുന്നത്. കളം വരയ്ക്കുക എന്നാ പറയുക അല്ലേ? ദേവിയെ, ഭദ്രകാളിയെ കളമെഴുത്ത് പാട്ടാണ്, കളത്തിൽ വരച്ചിട്ടാണ്. അത് ലേഖ്യ വിഗ്രഹമാണ്, ലേഖനം ചെയ്യപ്പെട്ട മൂർത്തിയാണ്. നന്നായി വർണ്ണപ്പൊടികളെ കൊണ്ട് ലേഖനം ചെയ്യപ്പെടുന്നു. സൈഗതി എന്ന് പറഞ്ഞാൽ സിഗതം എന്നാൽ മണലാണ്. സൈഗതി എന്ന് പറഞ്ഞാലോ അപ്പം മണൽ കൊണ്ടുണ്ടാക്കിയത്, മണൽ കൂട്ടി ഉണ്ടാക്കിയിട്ട്, മണലിൽ വെള്ളം കൂട്ടിയിട്ട് തൽക്കാലം ഒരു വിഗ്രഹമാക്കി ഉണ്ടാക്കുന്നു. പൂജ കഴിഞ്ഞാലോ അതിനെ ഉദ്വാസനം ചെയ്തിട്ട് മണലിനെ മണലാക്കാം. നമ്മുടെ ഗോപസ്ത്രീകൾ ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ കാത്യായനി പൂജ ചെയ്തത് കാളിന്തി തീരത്ത് മണലിലാണ്. സൈഗതി രൂപം കൊണ്ട് ഭദ്രകാളിയെ നിർമ്മിച്ച് അതിൽ പൂജ ചെയ്തു എന്ന് ഭാഗവതം കാണാം. അപ്പോൾ അവിടെ മണൽ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള വിഗ്രഹം. അങ്ങനെ സൈഗതി, അതല്ലെങ്കിൽ മനോമയി. മനോമയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസ പൂജയാണ്, മനസ്സിൽ ധ്യാനം. ധ്യാനത്തിലൊരു രൂപം കൽപ്പിക്കുകയാണ് നമ്മൾ ഭഗവാനെ. അതാണ് മനോമയി. മണിമയി, മണി എന്നാൽ രത്നമാണ്. അപ്പോൾ രത്നങ്ങളെ നമുക്ക് ഈശ്വരഭാവത്തിൽ പൂജിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രതിമ അഷ്ടവിധാ സ്മൃത, 8 വിധത്തിലുള്ള പ്രതിമകളുണ്ട്. ഇതിലേതിൽ വേണമെങ്കിൽ നമുക്ക് പൂജിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചുരുക്കം പറഞ്ഞതാണ് ദൃശതി ഹൃദി മൃതി. കല്ലിലോ ഹൃദയത്തിലോ മണ്ണിലോ ഏതെങ്കിലും ഒന്നിൽ ക്വാപിവ എവിടെയെങ്കിലും ഭാവയിത്വാ ഭാവന ചെയ്തിട്ട് പുഷ്പൈർ ഗന്ധൈർ നിവേദ്യൈരപി ച വിരചിതൈഹി. പുഷ്പവും ഗന്ധവും ജലവും ധൂപവും ദീപവും മറ്റുപചാരങ്ങളും എന്നൊക്കെ അടക്കം അതിന് ഉപലക്ഷണമായിട്ട് പുഷ്പം, ഗന്ധം, നിവേദ്യം 3 കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ചേർത്തോളാം. എത്ര വേണമെങ്കിലും ഉപചാരങ്ങൾ കൂട്ടാം. പഞ്ചോപചാരം, ഷോഡശോപചാരം, ചതുഷ്ഷഷ്ടി ഉപചാരം, ഇങ്ങനെ ഉപചാരങ്ങളെ കൂട്ടാവുന്നതാണ് എത്ര വേണമെങ്കിലും. അപ്പോൾ അതാണ് പുഷ്പൈർ ഗന്ധൈർ നിവേദ്യൈഹി. പുഷ്പങ്ങളാലും ഗന്ധങ്ങളാലും നിവേദ്യാദികളാലും വിരചിതൈഹി. പൂജയെ വിരചിച്ചിട്ട് നന്നായി ചെയ്തിട്ട് ശക്തിതോ ഭക്തിപൂതൈഹി. ഭക്തിപൂതൈ, ഭക്തി കൊണ്ട് ശുദ്ധമാക്കി. അപ്പോൾ ഭക്തിപൂതൈഹി പുഷ്പൈ ഗന്ധൈ നിവേദ്യൈ എന്ന് അന്വയിക്കാം. അപ്പോൾ ശക്തിത, എൻ്റെ ശക്തിക്കനുസരിച്ച് വിരചിതങ്ങളായ നിർമ്മിച്ചതായിട്ടുള്ള ഉണ്ടാക്കിയതായിട്ടുള്ള സമ്പാദിച്ചതായിട്ടുള്ള ഭക്തിപൂതൈഹി, എൻ്റെ ഭക്തി ഭാവന കൊണ്ട് പവിത്രമാക്കിയ പുഷ്പവും ഗന്ധവും നിവേദ്യവും ഒക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിത്യം എന്നും വര്യാം സപര്യാം വിദദത്. വര്യാം ശ്രേഷ്ഠമായ, സപര്യാം പൂജയെ. സപര്യ എന്നത് പൂജയാണ്. അത് വര്യ ശ്രേഷ്ഠ, ഏറ്റവും ഉത്തമമായ പൂജയെ വിദദത് ചെയ്തിട്ട് ത്വൽപ്രസാദം ഭജേയം, ഞാൻ അങ്ങയുടെ പ്രസാദത്തെ സേവിക്കും, പ്രസാദത്തെ നേടിക്കൊള്ളാം. അതിൻ്റെ പ്രതീകമായിട്ട് ഞാൻ പൂജയുടെ പ്രസാദം സേവിക്കും. പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങയുടെ പ്രസാദം തന്നെയാണ്. ആത്യന്തികമായി അങ്ങ് പ്രസാദിച്ചാൽ എൻ്റെ ചിത്തശുദ്ധി തന്നെയാണ്. ഞാൻ ആത്മജ്ഞാനത്തിന് യോഗ്യനായി തീരലാണ് അങ്ങയുടെ പ്രസാദം. അല്ലാതെ പ്രസാദം എന്ന് പറഞ്ഞാൽ പായസമോ നെയ്യപ്പമോ കഴിക്കലല്ല പ്രസാദം. അത് ആനന്ദത്തിൻ്റെ പ്രതീകം. ഭഗവാന്റെ പ്രസാദം കിട്ടിയാൽ നമുക്ക് ആനന്ദം ലഭിക്കുന്നു.
ആത്മജ്ഞാനമാണ് ഭഗവാന്റെ പ്രസാദം. ആ ആത്മജ്ഞാനം ലഭിച്ചാൽ ആനന്ദമാണ് അനുഭവം. ആ ആനന്ദാനുഭവത്തിൻ്റെ പ്രതീകമായിട്ട് മധുര പലഹാരങ്ങൾ നമ്മൾ പ്രസാദമായി കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ചിത്തശുദ്ധി നേടി ആത്മജ്ഞാനത്തിന് അർഹനായിത്തീരും. അപ്പോൾ പൂജാവിധിയിലൂടെ, എന്താ പറയുക, ഈ വിഗ്രഹാരാധനകളിലൂടെയോ അതുപോലെയുള്ളതായിട്ടുള്ള ഉപാസനാവിധികളിലൂടെയോ താന്ത്രിക കർമ്മയോഗങ്ങളിലൂടെ ഞാൻ അങ്ങയെ സേവിച്ച് ആ ലക്ഷ്യം നേടും. അന്ധക്കരണ ശുദ്ധി നേടി ജ്ഞാനത്തിന് അർഹനായിത്തീരും. അപ്പോൾ ആദ്യം പറഞ്ഞത് 1-ാം ശ്ലോകത്തിൽ വൈദികമായ കർമ്മയോഗം, ഈ 2-ാം ശ്ലോകത്തിൽ താന്ത്രികമായ കർമ്മയോഗം. തന്ത്രവിധി പ്രകാരമുള്ള പൂജാദികളെ ചെയ്ത് ആ കർമ്മയോഗം അനുഷ്ഠിച്ച് ഞാൻ ശുദ്ധനായിത്തീരും, ജ്ഞാനിയായിത്തീരും. യസ്ത്വന്യകർമ്മയോഗഃ തവ ഭജനമയഃ തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതോ ഭക്തിപൂതൈഃ നിത്യം വർയാം സപര്യാം വിദദതൈ വിഭോ ത്വൽപ്രസാദം ഭജേയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പോൾ ആവിർഹോത്രൻ എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ ആ ഉപദേശ സംഗ്രഹം മേൽപ്പത്തൂര് തൻ്റെ പ്രാർത്ഥനാരൂപത്തിലാക്കി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇനി ചമസൻ, കരഭാജനൻ ഇവരുടെ ഉപദേശങ്ങൾ ഈ ദശകത്തിൽ തന്നെ വരാനിരിക്കുന്നു. നാളെ തുടരാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ നാരായണ നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വീണ്ടും കാണാം. നാളെ രാവിലെ നിർഗുണ മാനസ പൂജയിലൂടെ കാണാം. പിന്നീട് ഭാഗവത ക്ലാസ്സുകളിൽ കാണാം. വൈകിട്ട് നാരായണീയത്തിലും കാണാം. എല്ലാറ്റിനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് യാതൊരു ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഭഗവാൻ കൂടെ നിന്ന് നമുക്കത് സാധിച്ചു തരട്ടെ. ഹരി ഓം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു. ഹരി ഓം. നാരായണ.